ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്യാരറ്റ് പുഡിങ്ങിൻ്റെ ആണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 3 ക്യാരറ്റ് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ചൂടൊക്കെ നാറിയതിന് ശേഷം മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കട്ടയൊന്നുമില്ലാതെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ചെറിയൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പുഡിംഗ് ഉണ്ടാക്കുന്നത് ചൈന ഗ്രാസ് ഒന്നും യൂസ് ആക്കാതെ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചൈന ഗ്രാസ് ഒന്നും യൂസ് ആക്കിയില്ല എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ടെക്സ്ചറൊന്നും മാറില്ല. നല്ലൊരു ക്രീമി പുഡിംഗ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് പാൽ ഒഴിച്ചെടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാനിൽ 500 ml പാലാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അതൊന്ന് ചൂടാക്കുക, തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ മധുരം ഉണ്ടാകുന്നതാണല്ലോ ടേസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടോ മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വാനില എസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഓപ്ഷണലാണ്. ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. പഞ്ചസാരനെക്കാട്ടി ഒന്നും കൂടെ ടേസ്റ്റ് മിൽക്ക് മെയ്ഡിനായിരിക്കുമല്ലോ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മിൽക്ക് മെയ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കൂട്ടത്തിൽ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അടിക്ക് പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. കോൺഫ്ലോർ ഇടുമ്പോൾ തന്നെ ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ക്യാരറ്റ് പുഡിങ് ഇവിടെ റെഡി ആയിക്കണേ. സെർവ് ചെയ്യുമ്പോൾ ഇതിലേക്ക് ബദാം, അണ്ടിപ്പരിപ്പ്, ഇങ്ങനത്തെ പിസ്ത ഓരോ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റാക്കാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഫ്രിഡ്ജിലൊരു 4 മണിക്കൂറൊക്കെ വെക്കട്ടോ. അപ്പോഴേ കറക്റ്റ് ആയിട്ട് അത് കിട്ടുള്ളൂ. 4 മണിക്കൂറിന് ശേഷം എടുത്ത് നോക്കുക. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ക്രീമി ടെക്സ്ചർ ആയിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.